ആ കെട്ടിടം കണ്ടില്ലേ? പാർട്ട്ണർമാർ തമ്മിലുള്ള കേസും കൂട്ടവും കാരണം പണി മുടങ്ങി കിടക്ക. ബിൽഡിംഗ് നിൽക്കുന്ന സ്ഥലം ഒരു പാർട്ട്ണറുടേത്, അതിലേക്കുള്ള ബൈ മറ്റേ പാർട്ട്ണറുടേത്. ബൈ മുടക്കി കുടില് കിട്ടി അവിടെ ഗുണ്ടകളെ പാർപ്പിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ പാർട്ണർ. ഇതാ അങ്ങോട്ട് നോക്കി. ആദ്യത്തെ പാർട്ട്ണറാണ് ഞമ്മടെ കക്ഷി. ഇന്ന് വെള്ളിയാഴ്ച, നാളെയും മറ്റന്നാളും കോടതിയില്ല. ബൈ മുടക്കിയവന്മാരെ അടിച്ചോടിച്ച് ക്ലീൻ ആക്കിയ ബാക്കി അയാൾ നോക്കിക്കൊള്ളൂ. സംഗതി സിമ്പിൾ. അപ്പൊ ബിസ്മിൻ ചൊല്ലി ഇറങ്ങിക്കൊള്ളി. വേണോടാ, വേറെ വഴിയില്ല. വേണ്ടടാ, ഇത് കൊട്ടേഷൻ പണിയാ. നമ്മളെ കൊണ്ടിത് പറ്റില്ലടാ. ഒന്ന് പാളിയ പിന്നെ എല്ലാം തീരും. സൂരജേ, അരവിന്ദന്റെ കാര്യത്തിൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. നമുക്ക് തിരിച്ചു പോടാ പ്ലീസ്. ശരി, വേണ്ട, വാ. ശ്യാം, തിരിച്ചു പോവാന്ന് പറഞ്ഞ് കേട്ടില്ലേ? പിന്നെന്താടാ? എന്താടാ? നിങ്ങൾ പോയിക്കോ, എനിക്കിനി മടങ്ങാൻ പറ്റില്ല. അതവനാ അശോകൻ, ഗൗരിയുടെ ആങ്ങള. അവനാ ഞങ്ങളെ തമ്മിൽ അകറ്റിയത്. അവനല്ല അന്ന് നിന്നെ അടിച്ചിട്ടിട്ട് ഗൗരിയും കൊണ്ട് പോയത്. അന്നവൻ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാ. ഇത് ദൈവത്തിന്റെ കൊട്ടേഷനാ. നമുക്കിത് ചെയ്തേ പറ്റൂ. നിങ്ങൾ വേഗം പോയി കായ് കൊടുത്തിട്ട് വരും, നമ്മളോട് വെയിറ്റ് ചെയ്യാം. ഗതി ഇടുമ്പോ നിങ്ങൾ ചോര വിറ്റ് വിൽക്കാറില്ലേ? അത് തന്നെ ഞങ്ങളിപ്പോ ചെയ്തേ. പക്ഷേ നമ്മൾ ഇനി കാണണ്ട, ഞങ്ങളെ വിട്ടൊരു ഹബീബ്. ഹബീബി കോഴിക്കോട്ട് അങ്ങാടി തന്നെ ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യം വന്നാൽ മക്കൾ പറഞ്ഞോളി. കുറച്ച് ക്യാഷാ, 50,000 ഉണ്ട്. അമ്മ ഇത് വാങ്ങിച്ചോളൂ. ഈ ക്യാഷും കൂടി ആകുമ്പോ തികയില്ലേ?
തികയും. നിങ്ങളെല്ലാരും വല്ലാതെ ബുദ്ധിമുട്ടിയില്ലേ? ഏട്ടന് ഭേദായ ഈ കാശ് തിരിച്ചു തന്നോളൂ. ഒരുപാട് ഫ്രണ്ട്സുള്ള ആളായിരുന്നു ഏട്ടൻ. പക്ഷേ ഒരാവശ്യം വന്നപ്പോൾ നിങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾക്ക് വലിയ സഹായമായി. താങ്ക് യു. നീ എന്തിനാ മോളെ അവരോട് അങ്ങനെ പറഞ്ഞത്? എല്ലാം കൂടി നുള്ളിപ്പെറുക്കിട്ട് 25,000 ലോപ്പിക്കാനായുള്ളൂ. ബാക്കി എവിടെ നിന്നുണ്ടാക്കും? ഓക്കെ, ഞാനിപ്പോൾ വിളിക്കാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. യെസ് സർ, ഞാൻ ഇവിടുത്തെ കമ്പ്യൂട്ടർ മെയിൻ്റനൻസിന് വന്നതാണ്. പ്രിന്ററിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. യെസ്, സിസ്റ്റം അവിടെ ഉണ്ട്. Okay, sir. ക്യാരി ഓൺ. കാർ എടുക്കാൻ സാറ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യണമെന്നില്ല. ഞങ്ങളുടെ വെഹിക്കിൾ ലോൺ വളരെ ഫ്ലെക്സിബിൾ ആണ്. ഈ ലോൺ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വലിയ പേടിയാ. അയ്യോ, ഇതിന് ലോൺ എന്ന് പറയാൻ പറ്റില്ല സർ. ഓൺലി 8%. FTക്ക് 9.5% ആണ്. ശരി, എങ്കിൽ പിന്നെ അങ്ങനെ മൂവ് ചെയ്തോളൂ. താങ്ക് യു സർ. ഏത് വണ്ടി എടുക്കാൻ പോകുന്നത്? BMW ലാൻഡ് ക്രൂസറോ? തീരുമാനിച്ചിട്ട് വിളിച്ചാൽ മതി. ഞാൻ ഫോമുമായിട്ട് വീട്ടിലേക്ക് വരാം. താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം. മേ കമൻ സർ? യെസ്, കമിൻ. നമസ്കാരം സർ. എന്താ? ഒരു ലോണിന് അപ്ലൈ ചെയ്യാൻ വന്നാ സർ. എത്ര എമൗണ്ട്? 1,00,000. ഇത്തിരി അർജന്റ് ആണ് സർ. ഗോൾഡ് ഉണ്ടോ? എന്നാൽ പെട്ടെന്ന് ശരിയാക്കാം. ഇല്ല, പക്ഷേ വീടിന് ഡോക്യുമെന്റ്സ് ഉണ്ട് സർ. അപ്പം സമയമെടുക്കും. പൊസഷൻ സർട്ടിഫിക്കറ്റ്, എൻകംപ്രൻസ് സർട്ടിഫിക്കറ്റ്, അസസ്മെന്റ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ 5-8 ഡോക്യുമെന്റ്സ് ശരിയാക്കണം. പിന്നെ ഹെഡ് ഓഫീസിലേക്ക് അയച്ച സാങ്ഷൻ വരുമ്പോഴേക്കും മിനിമം ഒരു 15 to 20 ഡേയ്സ് എടുക്കും. സർ, ഏതെങ്കിലും സ്കീമിൽ പെടുത്തി ശരിയാക്കി തരണം സർ. ഏട്ടാ ഹോസ്പിറ്റലാ. ഓപ്പറേഷന് കാശ് തികയാത്തോണ്ടാ. പ്ലീസ് സർ. കുട്ടി, ഗ്ലോബൽ റിസഷനിൽ ലോകത്തുള്ള സകല ബാങ്കുകൾ പൊളിഞ്ഞിട്ടും ഇന്ത്യയിലെ ബാങ്കുകൾ പൊളിയാതിരുന്നതിന്റെ കാര്യം എന്താണെന്നറിയോ? ബിക്കോസ് ഓഫ് സ്ട്രിഞ്ചന്റ് പോളിസീസ്. അവന്റെ അമ്മയുടെ പോളിസിയും കോപ്പും. മതിയായ സെക്യൂരിറ്റി ഇല്ലാതെ ലോൺ കൊടുക്കാതിരുന്നുകൊണ്ടാണ് നമ്മൾ സർവൈവ് ചെയ്യുന്നത്. യു സി വി വേണ്ട സർ. ബാങ്കിന്റെ ഈ പോളിസിയൊക്കെ ഞങ്ങളെ പോലെ സാധാരണക്കാരോട് മാത്രമല്ലേ ഉള്ളൂ. ലോൺ വേണ്ടാത്തവർക്ക് നിങ്ങളത് വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും. താങ്ക് യു സർ. ഇത്ര വേഗം ശരിയാക്കി? ശരിയായില്ല. ഈ ഗ്ലോബൽ റിസഷൻ കാരണം കുറച്ച് സമയം എടുക്കും. ഞാൻ പോയിട്ട് പിന്നെ വരാം. അരവിന്ദന്റെ പെങ്ങളല്ലേ? കാശ് തികയാത്ത കാര്യം ഇന്നലെ എന്താ പറയാഞ്ഞേ? അത് പിന്നെ ഏട്ടന്റെ ജീവൻ രക്ഷിക്കാനല്ലേ ഞങ്ങൾ ഈ പാടക്കപ്പെട്ടത്. ഏട്ടന്റെ ഫ്രണ്ട്സിനൊക്കെ എനിക്കറിയാം. അവരുടെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളെ മുമ്പ് കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണുന്നവരോട്, അതും പറ്റുന്ന രീതിയിൽ സഹായിച്ചവരോട് പറയാതെ എങ്ങനെ അറിയും? ഉദ്ദേശ കാര്യത്തിന് തികഞ്ഞില്ല പിന്നെ ആ കാശിന് വല്ല വില ഉണ്ടോ? സോറി, വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഇനി എത്ര കാശ് വേണോ ഓപ്പറേഷന്? പറഞ്ഞോളൂ. 1,00,000 രൂപയും കൂടി വേണമെന്നാ പറഞ്ഞത്. കുട്ടി ഇനി അതിനു വേണ്ടി അലഞ്ഞു നടക്കണ്ട. ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ചെയ്തോളൂ. കാശ് സംഘടിപ്പിച്ച് നാളെ ഞങ്ങൾ അങ്ങോട്ട് വരാം. അല്ല, ഇതാരാ? വിശാലയോ? ഹബീബൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസം ആയല്ല. അത് ഞമ്മക്ക് എങ്ങനെ പറയാൻ പറ്റും? നിങ്ങൾ വിളിച്ചു നോക്കി. നിങ്ങളായിരുന്നാ വിശാല? പിന്നെ കാണാം. അല്ലോ, ഞമ്മളാകെ ബേജാറായി പോയി. ബേപ്പൂർ ശ്രീധരന്റെ ആൾക്കാരെന്നാ ഞമ്മൾ വിചാരിച്ചത്. ഓനൊരടി എനിക്ക് ഓങ്ങി വെച്ചിട്ട് കാലം കുറച്ചായി. അത് എപ്പോൾ കിട്ടിയെന്ന് മാത്രം ചോദിച്ചാൽ മതി. ഇത് വല്ലാത്ത ചതിയായി പോയി. ഒരു അനുരാഗ വിലോചനമായ ഈവനിങ് അല്ലേ നിങ്ങൾ നശിപ്പിച്ചത്? അല്ല, ഇനി എന്നെ കാണണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? ചോര കണ്ട കൊതി തീരാത്ത ചെകുത്താനാ താൻ. അതൊക്കെ പോട്ടെ. അന്ന് വലിയ വീരവാദം പറഞ്ഞു പോയ ആളല്ലേ, ഇപ്പൊ എന്തായി? ഞങ്ങൾക്ക് പെട്ടെന്ന് 1,00,000 രൂപ വേണം. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറ. ഹബീബിക്കൊക്കെ നിങ്ങളെ അങ്ങ് ഇഷ്ടപ്പെട്ടു.
ഇപ്പൊ തന്നെ നിങ്ങൾ എന്നെ റാങ്ക് എടുത്ത സ്റ്റൈലും വീറും ഉഷിരും ഒക്കെ നിങ്ങൾ ഈ പണിക്ക് പറ്റിയ ആൾക്കാരാ. ചേച്ചി അവന്മാര് മിണ്ടാതിരുന്ന് പഠിക്കടി. ആ മക്കള് വേഗം പോയി റെഡിയാവും. വാടാ പോ, ഇന്നത്തെ ഷോ കഴിഞ്ഞു. വാ. ആരാ? ഞമ്മളാ. ആ ഹബീബേ, ഞാൻ പിള്ളേരെയും കൂട്ടിയിട്ട് ഒരു സെക്കൻഡ് ഷോ സിനിമയ്ക്ക് വന്നു കരുതി. ഇവിടെ നടക്കണമെന്നും പിള്ളേര് കാണണ്ടെന്ന് വെച്ചിട്ടാ. അതേതായാലും നന്നായി. ഇവിടത്തെ കാര്യങ്ങൾ ഞാനും എന്റെ ചെക്കന്മാരും നോക്കിക്കൊള്ളാം. ഈ പ്രായമായ പെമ്പിള്ളേർക്ക് സ്വൈര്യമായിട്ടിരുന്ന് പഠിക്കാൻ പോലും പറ്റണില്ല. വേറെ നിവൃത്തിയില്ലഞ്ഞിട്ടാ ഹബീബേ. നിങ്ങൾ ധൈര്യമായിട്ട് സിനിമയ്ക്ക് പൊയ്ക്കോളി. തിരിച്ചു വരുമ്പോ എല്ലാ ശല്യങ്ങളും ക്ലീൻ ആയിരിക്കും. സൂക്ഷിക്കണം, മുട്ടണത് ശ്രീധരന്റെ അളിയൻ വേലായതിനോടാ. ഓർമ്മ വേണം. നമസ്കാരം വേലായുധേട്ടാ. ഹബീബോ? 8 കട്ടന് 8 സിംഗിൾ ഓംപ്ലേറ്റും. ഉള്ള സ്ഥലത്തൊക്കെ കുത്തിരിക്കും. അന്നെ തീരെ കാണാനില്ലല്ലോ. ഈ ശ്രീധരനായിട്ട് പണങ്ങി നേട്ടല്ലോ. ശ്രീധരനേട്ടനായിട്ട് പണങ്ങിട്ട് എനിക്കിവിടെ ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ കട്ടയടിക്കും വേഗം. 8 സിംഗിൾ ഓംപ്ലേറ്റ് 8 കട്ടനും. വിലയേട്ടാ, ഇത് ഏതാണ് ഹബീബേ ഈ ഇറക്കുമതികള്? ഫുട്ബോൾ കളിക്കുന്ന ചെക്കന്മാരാ. ഒരു ടൂർണമെന്റ് കഴിഞ്ഞിട്ട് വരിക. നീലട അശോകനെ വീണ്ടും വരി. പണ്ടാറണങ്ങാനായിട്ട് ഒന്ന് പതുക്കെ കുത്തിക്കെട്ടെ ഡോക്ടറെ. ആരവരാതിയുടെ മോനെ നാവടക്കി അനങ്ങാതെ കിടന്നോർന്നീ. നിന്റെ ഗുണ്ടായസം ഒന്നും എന്റെ അടുത്ത് വേണ്ട. വേലായുധ, ഈ ഗുദാമിൽ വന്ന് നിന്നെ ഒന്നും ചികിത്സിക്കേണ്ട ഗതികേടൊന്നും ഈ ബാഹുലയൻ ഡോക്ടർക്കില്ല. ഓട്ട ഡോക്ടറെ, വിവരമില്ലാത്ത ചെക്കൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ക്ഷമിച്ചാളി. നിനക്കൊക്കെ ചെല്ലും ചെലവും തന്ന് തീറ്റി പോറ്റുന്ന ശ്രീധരൻ എന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കല്ല. നാട്ടുകാരുടെ കയ്യും കാലും വെട്ടാൻ കരാറെടുക്കുന്നവന്മാർക്ക് നല്ല ചങ്കുറപ്പ് വേണം. ഓൻ തുടങ്ങിയതല്ലോ ഡോക്ടറെ. പണ്ട് 10-25 കൊല്ലം മുമ്പ്, അതായത് ശ്രീധരൻ ഈ പണിക്ക് ഇറങ്ങി തുടങ്ങിയ കാലത്ത്, ഒരു പാതിരാത്രി മേല് മുഴുവൻ വെട്ടുകൊണ്ട് ചോരയും പാർന്ന് എന്റെ ക്വാർട്ടേഴ്സിൽ കയറി വന്നു. ഇതുപോലെ 114 സ്റ്റിച്ചാ ഞാൻ അവന്റെ ഇറച്ചിമേ തുന്നിക്കെട്ടിയത്. ബോംബെയിൽ നിന്ന് കളി പഠിച്ചു വന്ന ഒരു ആലിക്കോയുടെ വകയായിരുന്നു കലാപരിപാടി. എന്നിട്ട് ആ മുറിവുകൾ പൂർണ്ണവരെ എന്നെ അനുസരിച്ച് എന്റെ ക്വാർട്ടേഴ്സിന്റെ ചായപ്പിൽ ഒതുങ്ങിക്കിടന്നു ശ്രീധരൻ. സ്റ്റിച്ച് എടുത്തതിന്റെ പിറ്റേ ദിവസം പാളയം മാർക്കറ്റിലെ ഏതോ കലിങ്കിന്റെ അടിയിൽ നിന്ന് ആലിക്കോയുടെ മയ്യത്ത് കിട്ടി. പോസ്റ്റ്മോർട്ടം ചെയ്ത സബാസ്റ്റ്യൻ ഡോക്ടറെ ആലിക്കോയുടെ ദേഹത്ത് നിന്ന് കൃത്യം 114 മുറിവാണ് എണ്ണിയത്. എന്നിട്ട് ആ ശ്രീധരൻ ഇത്ര പോകുന്നൊരു സൂചി കയറുമ്പോൾ തീട്ടവും മൂത്രവും ഒരുമിച്ച് പോകുന്ന പൊടിച്ചേർക്കന്മാരെ കൂട്ടത്തിൽ കൂട്ടിയതായി എനിക്ക് അത്ഭുതം.
എത്തിയോ? എങ്ങനെയുണ്ട് ഡോക്ടറെ നമ്മുടെ ചെക്കന്മാരുടെ പരിക്ക്? പുറമേ നിന്ന് നോക്കുമ്പോൾ ഒന്നും പറ്റിയിട്ടില്ലെന്ന് തോന്നും. ഈ കോടതിയിൽ ഹാജരാക്കാൻ പോണ പ്രതികളെ പോലീസുകാർ കൈകാര്യം ചെയ്യണ പോലെ. പക്ഷെ എല്ലാറ്റിന്റെ ഉള്ളു കലക്കിയിട്ടുണ്ട്. ഞാൻ ചെല്ലട്ടെ, ആശുപത്രിയിൽ നല്ല തിരക്കുള്ള സമയമാണ്. നീ പറഞ്ഞോണ്ട് മാത്രമാണ് ഞാൻ വന്നത്. സോറി ഡോക്ടറെ, എന്റെ പിള്ളേർ അടികൊണ്ട് ആസ്പത്രി കിടന്ന അതെനിക്ക് കുറച്ചില്ല. അതുകൊണ്ടാണ് ഡോക്ടർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. അതൊന്നും സാറില്ല. പോട്ടെ, എവരെങ്കിലും ആ വണ്ടി ഒന്ന് എടുത്ത് മാറ്റാ. എനിക്ക് പോട്ടെ, എടുത്ത് മാറ്റ്. ശ്രീധര, നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു, നീ അത് മറന്നോ? ആസ്പത്രിയുടെ പിന്നിലെ സ്ഥലത്തിന്റെ കാര്യമല്ലേ? ഡോക്ടർ ഒന്ന് ക്ഷമിക്കേ, വളഞ്ഞു പിടിച്ച് ഏൽപ്പിച്ചു തന്നേക്കാം. അത് മതി. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല ശ്രീധരേട്ടാ. മുമ്പ് ഒരിക്കൽ എന്റെ പെങ്ങടെ പിറകെ നടന്ന ഒരുത്തനെ ഞാൻ എടുത്തിട്ടൊന്ന് പെരുമാറിയതാ. ആദ്യത്തെ അടി അതിന്റെ ബാക്കിയാണെന്ന് ഞാൻ കരുതിയത്. പിന്നെ ശ്രീധരേട്ടന്റെ അളിയും വേലായുധേട്ടന്റെ കട തല്ലി പൊളിച്ചപ്പോഴാ കളി വേറെയാണെന്ന് മനസ്സിലായത്. 2 കേസിൽ അവന്മാര് കാശ് വാങ്ങിയിട്ടുണ്ട്. അത് 2 നമ്മളെ നെഞ്ചത്തേക്ക് തന്നെ. കോഴിക്കോട്ടങ്ങാടി പങ്കിട്ടെടുക്കാൻ പുതിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് ശ്രീധരേട്ടാ. കോഴിക്കോട്ടങ്ങാടി ഒരു നായിന്റെ പോലും ഭാഗം വെക്കില്ല. വാശിയും വൈരാഗ്യവും ഒക്കെ കരളുറപ്പില്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ള. നീ ആ ഭാഷ സംസാരിക്കണ്ട. വഴി മുടക്കി ഒരു പുല്ല് മുളച്ച അത് കരിച്ചു കളയാൻ ഒരു പീരങ്കി പൊട്ടിച്ച് സംഭവം ആക്കേണ്ട കാര്യമില്ല. അല്ല, അത് കാലിന്റെ തള്ളവരിൽ വെച്ച് മെല്ലെ ഒന്ന് ഞെരിച്ചാ മതി. മനസ്സിലായോടാ? എന്താടാ? അരവിന്ദിന് ബോധം വന്നു. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇപ്പൊ സമാധാനമായല്ലോ. ഇനിയെങ്കിലും ഇങ്ങക്ക് വേണ്ടി ജീവിക്കാൻ നോക്കി. അതിനുള്ള കോൾ ഒപ്പിച്ചിട്ടാ നമ്മൾ വന്നിക്കണത്. മനസ്സിലായില്ല. ഏതായാലും നനഞ്ഞി. ഇനി കുളിച്ച് നീരാടി തിരിച്ചു കയറണം. മാവൂർ റോഡിലെ കണ്ണഞ്ചിറ ഫൈനാൻസിൽ നിന്ന് ലോൺ എടുത്ത് മുങ്ങി അടയ്ക്കണ ഒരു കുവൈത്തുകാരൻ. കായില്ലാഞ്ഞിട്ടല്ല, കൊടുക്കാഞ്ഞിട്ടിന്നെ. ഒന്ന് പൊക്കി മെരട്ടി കായ് വാങ്ങി കൊടുത്താ 20% ഓഫർ. 80 ലക്ഷത്തിന്റെ 20% എന്ന് പറയുമ്പോ 10-16 ലക്ഷം വരും. അതിന് അല്ല, നിങ്ങളേതായാലും ഈ ഫീൽഡിൽ ഇറങ്ങിയ ശ്രദ്ധിക്ക്. വലിയങ്ങാടിയിൽ അരിച്ചാ കേട്ടിട്ടാ എന്റെ ബാപ്പ എന്നെ പഠിപ്പിച്ചത്. ദാ ഈ നിൽക്കുന്ന ഒരുത്തനും മേലനങ്ങാത്ത മുതൽ നിന്നുണ്ടായവരല്ല. ഞങ്ങൾക്ക് ഒരു ആയുസ് മുഴുവൻ മരിച്ച് പണിയെടുത്താലും താൻ ഈ പറഞ്ഞ 16 ലക്ഷം ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റിയത് വരില്ല. പക്ഷെ പണിയെടുത്ത് സാധിച്ചെടുക്കാൻ പറ്റുന്ന ആവശ്യങ്ങളെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെ വിട്ടേക്ക് ഹബീബിക്ക. ശ്രീധരനോട് മുട്ടിയിട്ട് ഇങ്ങക്കിനി ഈ സിറ്റിയിൽ മനസമാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടാ? അത് ഞങ്ങൾ സൂക്ഷിച്ചോളാം. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എപ്പോഴാണെങ്കിലും നേരിട്ടല്ലേ പറ്റൂ. പക്ഷെ ഇനി ഞങ്ങളില്ല. മതി ഹബീബ്ക്ക, ഞങ്ങൾ ഈ പണിക്ക് പറ്റിയ ആൾക്കാരല്ല. സാരമില്ല, നന്നാവാനുള്ള ശ്രമം നല്ലതാ. എനിക്ക് നിങ്ങളോട് വിരോധമൊന്നുമില്ല. എന്തെങ്കിലും ആവശ്യം വരുമ്പോ വിളിക്കാൻ മടിക്കണ്ട. മാസലാം. ഹബീബ്ക്ക, സൂരജ് അവിടെ നിൽക്ക്. അയാളെ പൊക്കോട്ടെ. എടാ എടാ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. 16 ലക്ഷം രൂപ കിട്ടി എന്തൊക്കെ പ്രശ്നങ്ങൾ തീരും. എന്റെ അമ്മയ്ക്ക് ഡയാലിസിസ് ചെയ്യാൻ ആഴ്ചയിൽ കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ പറ്റാതെ മുടിഞ്ഞു നിൽക്കുവാടാ ഞാൻ. അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ശരിയാക്കാടാ. ഞങ്ങളൊക്കെ ഇല്ല നിന്റെ കൂടെ. എടാ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞ ചങ്ക് പൊട്ട് മരിക്കും നമ്മുടെ വീട്ടുകാര്. നമുക്ക് നമ്മുടെ പഴയ ജീവിതം മതിയടാ. പുതിയ സിനിമ റിലീസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഷോയ്ക്ക് തന്നെ ഇടിച്ചു കയറിയും മഴയത്ത് ബൂട്ട്സ് ഇടാതെ പന്ത് കളിച്ചും മാനാഞ്ചിറ മൈതാനത്ത് സൊള്ളാൻ വരുന്ന ചിക്കിലീസിനെ പഞ്ചാരയടിച്ചും സതീഷിന്റെ വർക്ക്ഷോപ്പിൽ കയറി ബാബുഖാന്റെ പഴയ പാട്ടുകൾ പാടിയും നമ്മൾ അനുഭവിച്ചിരുന്ന ഒരു ലൈഫ് ഉണ്ടായിരുന്നില്ലേ? അത് മതി. ഈ സിറ്റിയുടെ തിരക്കിലൊക്കെ ആരെയും പേടിക്കാതെ നമ്മൾ ഓടി നടന്ന് ആഘോഷിച്ചിരുന്ന നമ്മുടെ കൊച്ചു ലൈഫ് പിന്നെ എപ്പോഴെങ്കിലും ഓരോ വഴിക്ക് വേറിട്ട് പോയാലും ലോകത്തെവിടെയായിരുന്നാലും നമ്മളെ ചേർത്ത് വെക്കാനുള്ള ഈ കൊച്ചു സന്തോഷങ്ങളുടെ ഓർമ്മ മാത്രം മതിയടാ നമുക്ക്. സോറിടാ. അച്ഛൻ KTCയിലെ ഡ്രൈവറായിരുന്നു. ചെറിയ വരുമാനം ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിൽ അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. ഇപ്പം അമ്മ മാത്രമേ ഉള്ളൂ. വെസ്റ്റ് ഹില്ലിൽ ചെറിയൊരു വീടുണ്ട്. എന്ന് വെച്ചാൽ അത് മാത്രമേ ഉള്ളൂ എന്നർത്ഥം. പക്ഷെ ബാധ്യതകളൊന്നുമില്ല. അമ്മയ്ക്ക് വിരോധമില്ലെങ്കിൽ ഗൗരിയെ ഒരു ദിവസം ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് കാണിക്കും. വേറെ ആരുടെയും സമ്മതം എനിക്ക് ആവശ്യമില്ല. ഒക്കെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും തീ തിന്ന് നടക്കുന്ന ജീവിതം എന്റെ കുട്ടിയുടേത്. ആങ്ങളാന്ന് പറഞ്ഞ് നടക്കുന്ന ഒരുത്തൻ അവന്റെ കൂട്ടുകാരനെ കൊണ്ട് കെട്ടിക്കാൻ നടക്ക ഇവള്.
അവനെ പോലെ തന്നെ കൂലിക്ക് തല്ലാൻ നടക്കുന്ന വേറൊരുത്തൻ. എന്റെ മോൻ എത്രയും പെട്ടെന്ന് ഇവളെ കൊണ്ടുപോയിക്കും. കൊണ്ടുപോയി രക്ഷപ്പെടുത്തു മോനെ. അമ്മ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. അയ്യോ മോനെ, അവനാ അശോകൻ. മോൻ ഇതുവഴി പോണ്ട, പുറകെ കൂടെ പൊയ്ക്കോ. ഹേയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അമ്മ പേടിക്കണ്ട, അശോകൻ എന്നെ ഒന്നും ചെയ്യില്ല. നല്ല സ്നേഹമുള്ള ചെക്കനാ. നമുക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ബന്ധം. എതിര് നിക്കല്ലേടാ പൊന്നുമോനെ. ഒച്ച എടുത്ത് തൊണ്ട പൊട്ടിക്കല തള്ളേ. ആ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. നീ എന്താടാ പറഞ്ഞേ? ഞാനായിട്ട് ഇനി ഒന്നിനെ എതിര് നിക്കണല്ലേ. പണ്ടാറടങ്ങാനായിട്ട് ഇവിടെ നിന്ന് ഉണ്ടാക്കി വെച്ചിട്ടില്ലേ? എന്തേലും എടുത്തു പോയി വളമ്പടി. പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഇനി ഒരു കൊട്ടേഷനെ പറ്റി ആരോട് മിണ്ടിപ്പോരുത്. ശമേ, നീയും ഇവനെ പോലെ തുടങ്ങിയോ? അതല്ലടാ, ഇതത്ര അപകടം പിടിച്ച പണിയൊന്നുമല്ല. ഒന്ന് മെനക്കെട്ട 2 ലക്ഷം രൂപ കൈ കിട്ടുന്നത്. എന്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാലോ. അതുമാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. പറയടാ. ഗൗരിയുടെ ആങ്ങള അശോകൻ എന്നെ കാണാൻ വന്നിരുന്നു. ഞങ്ങളുടെ കാര്യത്തിൽ അവൻ എതിർപ്പില്ല എന്ന്. ഒരു ടോട്ടൽ സറണ്ടർ. അതൊരു പുതിയ ടേണിംഗ് പോയിന്റ് ആണല്ലോടാ. അവളുടെ സ്ഥിതിയൊക്കെ വലിയ കഷ്ടാ. എങ്ങനെയെങ്കിലും അവളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കണം. വലിയ ആർഭാടമൊന്നുമില്ലെങ്കിലും ഒരു കല്യാണം നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൈ വേണ്ടടാ. ഇതിപ്പോ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമ്പോ. പണി എന്താന്ന് ഹബീബൊക്കെ പറഞ്ഞില്ല. ഇത് അത്ര വലിയ ആന കാര്യമൊന്നുമല്ല. ഈ കാശുള്ള വീട്ടിലെ ചെക്കന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് വണ്ടി മാറ്റുന്നത് ഒരു സൂക്കേടാ. അതുപോലൊരു ചെക്കന് ഞമ്മളെ ഈ പണി ഏൽപ്പിച്ച കക്ഷിക്കാര് ഒരു ഫോറിൻ വണ്ടി വിറ്റീന്. ഓന്റെ ജാട കണ്ടിട്ട് ബാക്കി കാശിനൊരു ചെക്ക് വാങ്ങി എന്റെ പാർട്ടി സെയിൽ ലെറ്റർ എഴുതി ഒപ്പിട്ട് കൊടുത്തു. ചെക്ക് മടങ്ങി. ഇപ്പൊ കാശുമില്ല, വണ്ടിയില്ല. ചെക്കനാണെങ്കിൽ വണ്ടിയും കൊണ്ട് ചെത്തി പൊളിച്ച് നടക്കണം. ഓനെ ഒന്ന് പൊക്കി കാശ് വാങ്ങണം. അത്രേ ഉള്ളൂ. നോനോ, ഇത് ശരിയാവൂല. MBA കഴിഞ്ഞിരിക്കുന്ന ഒരു ചോക്ലേറ്റ് ചെക്കൻ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ നിങ്ങളാ നല്ലതെന്ന് തോന്നിയാ നിങ്ങളോട് പറഞ്ഞത്. അല്ലാതെ പൊക്കിയെടുത്ത് ചുട്ടുമടക്കി കൊണ്ടുപോവാൻ കോഴിക്കോട്ട് അങ്ങാടി ആൺകുട്ടികൾ ഇല്ലാഞ്ഞിട്ടല്ല. ഇത് റിസ്ക് ആണ്. കാശ് വാങ്ങിക്കൊടുക്കണമെങ്കിൽ ചിലപ്പോ 4 പൊട്ടിക്കേണ്ടി വരും. അതൊന്നും നിങ്ങൾ നോക്കണ്ട. അവരെ വണ്ടിയിലേക്ക് മയത്തിലൊന്ന് എത്തിച്ചു കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. സൂരജിന്റെ അമ്മയുടെ കാര്യത്തിൽ നമുക്ക് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ശ്യാമിന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഡ്രീം നടക്കാൻ പോവല്ലടാ. പാവം കാമുകൻ ഇതിന്റെ പേരിൽ കുറെ തല്ലും കൊണ്ടുള്ളല്ലേ. ഷൗക്കത്തെ, ഈ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചെയ്യടാ. ശരി, പക്ഷേ എന്തിന്റെ പേരിലാണെങ്കിലും ഇനി ഒരിക്കൽ കൂടി ആരെങ്കിലും ഈ കാര്യം വേണ്ടിയാ പിന്നെ നമ്മളില്ല, സെവൻസും ഇല്ല. ഹബീബ് ആളിപ്പേടുണ്ട്. ആളെ നമ്മൾ കാട്ടിത്തരാം. പക്ഷെ ചാടിക്കറി ചെയ്യാൻ പറ്റൂല. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ശരിക്കും പ്ലാൻ ഇല്ലെങ്കിൽ സംഗതി പാളും. വരി. ഹബീബൊക്കെ പറഞ്ഞ റെഡ് മാരുതി വാൻ 8454. വാ.
വണ്ടിയുടെ ബാക്കിലത്തെ ടയർ പഞ്ചറാണ്. സൂക്ഷിക്കണം. ടേക്ക് കെയർ. എക്സ്ക്യൂസ് മീ, സോറി, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാമോ? ഞങ്ങൾക്ക് അല്പം ധൃതിയുണ്ട്. സ്റ്റെപ്പിനെ ഉണ്ടോ? ഉണ്ട്, പക്ഷെ എനിക്കിതൊന്നും ശീലമില്ല. സാധാരണ ഡ്രൈവേഴ്സാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാറുള്ളത്. സതീശ നോക്കടാ. എവിടെയാ വീട്? ഞാനിവിടെ പുതിയ ആളാ. വളർന്നതൊക്കെ ബാംഗ്ലൂരിലാ. അച്ഛൻ കോഴിക്കോട്ടുകാരനാ. ഞങ്ങളിപ്പോ ഇവിടെ റീലൊക്കേറ്റ് ചെയ്യാനുള്ള പ്രിപ്പറേഷനിലാ. ഓ അത് ശരി. വെൽക്കം ടു കാലിക്കറ്റ്. താങ്ക് യു. അയ്യോ മാഷേ, ലെഫ്റ്റ് സൈഡിലെ ടയർ പഞ്ചറാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, രാവിലെ ഷോറൂമിൽ വിളിച്ചു പറഞ്ഞാൽ അവരൊന്ന് ശരിയാക്കി തരും. എവിടെയാ പോണ്ടേ? ടൗണിൽ തന്നെയാ, ബീച്ച് റോഡിനടുത്ത്. എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ? അയ്യോ, ബീച്ച് റോഡ് എന്ന് പറയുമ്പോൾ ഇതേ ലെവൽ ക്രോസ് കഴിഞ്ഞ റൈറ്റ് തിരിഞ്ഞാൽ ഞങ്ങളുടെ വീടുകളായി. ഒരു കാര്യം ചെയ്യ്, ആ വണ്ടിയിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്. അവർക്കാണെ ആ വഴിയാ പോണ്ടേ. ഞാൻ വേണേ അവരോട് പറയാം. താങ്ക്സ്. ഞാൻ വണ്ടി ഒന്ന് ലോക്ക് ചെയ്തോട്ടെ. ഞാൻ പറയാം. താങ്ക് യു ഗൈസ്. മൂപ്പന്റെ വണ്ടി കേടായി, പോണ വഴിക്കൊന്ന് ഡ്രോപ്പ് ചെയ്യണേ. കേറിക്കോ. താങ്ക് യു. എനിക്കിവിടെ അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. സി യു അഗൈൻ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ. എന്താ എന്തുപറ്റി? അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. നേരം വിളിക്കാൻ ഇനി അധികം സമയമൊന്നുമില്ലല്ലോ. വണ്ടി കിടന്നുറങ്ങാൻ പോവാ. നാളെ രാവിലെ വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും വിളിക്കാം. അതെന്താ, പേടിയുണ്ടോ? ഹേ, ആക്ച്വലി ഐ എം ന്യൂ ടു ദിസ് പ്ലേസ്. സ്ട്രേഞ്ചേഴ്സിന് അല്പം പേടിയുണ്ട്. സോറി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഓരോന്ന് ചെയ്യുമ്പോ ആലോചിക്കണ്ടേ? മോൻ ആ വണ്ടി കയറും. നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത്? അവനവന്റെ കയ്യിലുള്ളത് കൊണ്ട് ലക്ഷറി കാണിച്ചാ പോരെ. വണ്ടി കയറാ. പറഞ്ഞു കേട്ടില്ലേ? പോയി വണ്ടി കയറാ. വണ്ടി കയറും. എന്താ നിങ്ങൾ എന്താടാ, നീ രാത്രി മുഴുവൻ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞു. നല്ല കടുത്ത പനിയായിരുന്നു. എന്റെ ഉറക്കം മുഴുവൻ പോയി. നീ വല്ലതും അറിഞ്ഞോ? ആ, എല്ലാരും ഉണ്ടല്ലോ. വാ. നല്ല പനി അവന്. ദേ ഇവിടെ ഉണ്ട്. ഞാൻ ചായ എടുക്കാം. അത് വെള്ളം കലക്കണോ? ഒന്നും വേണ്ടമ്മേ. ഏയ്, അത് പറഞ്ഞാ പറ്റില്ല. നിങ്ങൾ പോയാ പിന്നെ ചെങ്ങായിമാരെ വേണ്ട പോലെ സൽക്കരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവൻ എന്റെ മേക്കിട്ട് കയറും. എങ്ങനെയുണ്ടോടാ? പേടിച്ചിട്ട് TV ഓണാക്കിയില്ല. എന്താ സ്ഥിതി? ടിവിയിലൊക്കെ അത് തന്നെയാ മെയിൻ ന്യൂസ്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു രാമകൃഷ്ണമൂർത്തിയുടെ മകനാ മരിച്ച മനോഹർ. കോടീശ്വരൻ. ഈ രാമകൃഷ്ണമൂർത്തി ബാംഗ്ലൂരിലെ ഒരു നൊട്ടോറിയസ് ക്രിമിനലാ. ഷൗക്കത്തെ, നീ ആ TV ഒന്ന് ഓൺ ചെയ്തേ. കോഴിക്കോട് നഗരത്തിൽ വീണ്ടും കൊട്ടേഷൻ സംഘത്തിന്റെ ആക്രമണം. ബാംഗ്ലൂർ സ്വദേശിയായ യുവാവിനെ നടു റോഡിൽ കുത്തിക്കൊന്നു. പിന്നിൽ കൊട്ടേഷൻ സംഘമാണെന്ന് സൂചന. അമ്മ വരുന്നു, ഓഫ് ചെയ്തോ. പനിച്ചത് നന്നായേ ഉള്ളൂ. 2 ദിവസം അടങ്ങി കിടന്ന അമ്മയ്ക്കൊന്ന് കാണാൻ കിട്ടുമല്ലോ. എന്താ എല്ലാവരുടെയും മുഖം കഷായം കുടിച്ച പോലെ? മധുരം പോരാന്നുണ്ടോ? ഏയ് ഒന്നുമില്ലമ്മേ. നീ ഒന്ന് വന്നേ. അല്ല, എവിടേക്കാ പോ? വെറുതെ ടെറസിലേക്ക് ഒന്ന് കാറ്റ് കൊള്ളട്ടെ അമ്മേ. ഇത് വല്ലാത്ത ചതിയായി പോയി. രാമകൃഷ്ണമൂർത്തിയുടെ അച്ഛൻ റെയിൽവേയിലെ എഞ്ചിൻ ഡ്രൈവർ ആയിരുന്നു.
കോഴിക്കോട് റെയിൽവേ ക്വാർട്ടേഴ്സിലായിരുന്നു അയാളുടെ ചെറുപ്പകാലം. ആ നിലയ്ക്ക് പകുതി കോഴിക്കോട്ടുകാരനാണെന്നും പറയാം. കർണാടകത്തിലെ ആന്ധ്രയിലെയും പൊളിറ്റിക്സിലെ ഹൈലി ഇൻഫ്ലുവൻസ് ഉള്ള കമ്മാരി ബ്രദേഴ്സിനോടൊപ്പമായിരുന്നു രാമകൃഷ്ണമൂർത്തി ആദ്യം. അതിനുശേഷം അവരുമായി തെറ്റിയപ്പോൾ ഏതോ പൊളിറ്റിക്കൽ കേസിൽപ്പെടുത്തി കർണാടകത്തിൽ എവിടെ ജയിലിലാണ് ഇപ്പോൾ. ബേപ്പൂർ പോർട്ടിനോട് ചേർന്നുള്ള ലോജിസ്റ്റിക് പ്രോജക്റ്റ് അടക്കം കോഴിക്കോട് ഒരുപാട് സ്വത്തുക്കളുണ്ട്. തിരിച്ചിവിടെ വന്ന് സെറ്റിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് മനോഹർ കോഴിക്കോട്ടെത്തിയത്. ഹബീബ് പറഞ്ഞ വണ്ടിയുടെയും കാശിന്റെയും കഥ പച്ചക്കള്ളം. നമ്മളെ പൂട്ടാൻ ആ ഹബീബിനെ വെച്ച് ആരോ ശരിക്കും കളിച്ചു എന്നർത്ഥം. ശരിക്കും എന്താ സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ ആ കള്ള ഹബീബിനെ പൊക്കണം. രാമകൃഷ്ണമൂർത്തിയുടെ ഒറ്റ മോനാ മരിച്ചത്. എനിക്ക് ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ലടാ. വരട്ടെ, നമ്മളല്ല ഇത് ചെയ്തതെന്ന് ഇപ്പൊ ആരും വിശ്വസിക്കില്ല. തൽക്കാലം ആരും അറിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് സൈലന്റ് ആയിട്ട് നിൽക്കണതാണ് നല്ലത്. ആകെക്കൂടെ ഒരു ആശ്വാസമുള്ളത് ആ രാമകൃഷ്ണമൂർത്തി ജയിലിലാണെന്നുള്ളതാ. പക്ഷേ സൂക്ഷിക്കണം. Release him. ഇതാരാ ചെയ്തതെന്നറിയാവോ? പോലീസിന് വ്യക്തമായ ഒന്നും കിട്ടിയിട്ടില്ല. ചടങ്ങുകൾ കഴിഞ്ഞിട്ട് ഇവിടുത്തെ കമ്മീഷണർ എനിക്കൊന്ന് കാണണം.